Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്തു ഹൂദിലെ 85-86 സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയാ ഖൗമി ഔഫുൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്ത് ولا تبخسوا الناس أشياءهم ولا تعثوا في الأرض مفسدين بقية الله خير لكم إن كنتم مؤمنين وما أنا عليكم بحفيظ. വയാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഔഫുൽ മിക്യാല, അളവിനെ പൂർത്തിയാക്കുക, വൽ മീസാന, തൂക്കത്തെയും, ബിൽ ഖിസ്തി, നീതിയോടെ, വലാ തബ്ഖസു അന്നാസ, നിങ്ങൾ ജനങ്ങൾക്ക് നഷ്ടം വരുത്തരുത്, വെട്ടിപ്പ് നടത്തരുത്, അഷ്യാഅഹും, അവരുടെ സാധനങ്ങൾ, അവരുടെ വസ്തുക്കൾക്ക്, വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ, ഭൂമിയിൽ ഫസാദുണ്ടാക്കുന്നവരായി വിഹരിക്കുകയുമരുത്. ബഖിയ്യത്തുല്ലാഹി ഖൈറുൽ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് അവശേഷിപ്പിച്ചു തന്നത്, ന്യായമായ വിധത്തിൽ അവശേഷിപ്പിച്ചു തന്നത്, ബാക്കിയാക്കി തന്നത്, ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഉത്തമമാണ്, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. വമാ അന അലൈക്കും, വമാ അന, ഞാനല്ല, അലൈക്കും, നിങ്ങളുടെ മേൽ, ബി ഹഫീദ്, സംരക്ഷകൻ, നിങ്ങളെ സംരക്ഷിക്കാനൊന്നും എനിക്ക് കഴിയില്ല. ഒന്നുകൂടെ അർത്ഥം പറയാം. ശുഐബ് നബി അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളോട് പറയാം, വയാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഔഫുൽ മിക്യാല വൽ മീസാൻ, അളവും തൂക്കവും പൂർത്തിയാക്കുക, ബിൽ ഖിസ്തി, നീതിയോട് കൂടി, വലാ തബ്ഖസുന്നാസ അഷ്യാഅഹും, ജനങ്ങളുടെ വസ്തുവകകൾ വെട്ടിക്കരുത്, ജനങ്ങളുടെ സാധനങ്ങൾ വെട്ടിപ്പ് നടത്തരുത്. ബഹിസ യബ്ഖസു, വെട്ടിപ്പ് നടത്തുക, അങ്ങനെ അളവിലും തൂക്കത്തിലും ഗുണനിലവാരത്തിലൊക്കെ കൃത്രിമം കാണിച്ചിട്ട് വെട്ടിപ്പ് നടത്തരുത്. അന്നാസ, ജനങ്ങളുടെ, അഷ്യാഅഹും, അവരുടെ സാധനങ്ങൾ, വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും അരുത്. അതായത് സാമ്പത്തിക കുറ്റകൃത്യം, അതാണ് ഇവിടുത്തെ ഫസാദ് എന്ന് പറഞ്ഞത്. സാമ്പത്തികമായ കൃത്രിമങ്ങൾ നടത്തുക, അളവിൽ തൂക്കങ്ങൾ, കള്ളത്തരം കാണിക്കും. ബഖിയ്യത്തുല്ലാഹി, അള്ളാഹു ബാക്കിയാക്കി നൽകിയത്, അള്ളാഹുവിൻ്റെ ബാക്കിയെന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ കച്ചവടത്തിലൂടെ തന്നെ ധാരാളമായി നൽകുന്നുണ്ട്. സാമ്പത്തികമായി നിങ്ങൾ വളരെ പുരോഗമിച്ച ആളുകളാണ്. അതാണ് ബഖിയ്യത്തുള്ള. ബഖിയ എന്നുള്ള വാക്ക് അതിന്നുണ്ടായതാണ് നമ്മൾ ബാക്കി, മലയാളത്തിൽ ബാക്കിയായി കിട്ടുന്നത് എന്ന്. മലയാളത്തിലേക്ക് ബഖിയ എന്ന അറബിയാണ്. ബാക്കിൻ എന്ന് പറഞ്ഞാൽ ബാക്കിയായത് എന്ന് അറബിയിൽ. ബാക്കിയായത് മലയാളത്തിൽ അതിനെ നമ്മൾ ബാക്കി തന്നെ പറയുക. ഇപ്പോൾ രണ്ടും ഒരേ അറബി ഭാഷയിൽ നിന്ന് മലയാളത്തേക്ക് നമ്മൾ എടുത്തിട്ടുള്ളൊരു വാക്കാണ് ബാക്കി എന്നുള്ളത്. ബഖിയ്യത്തുല്ലാഹി ലക്കും, അള്ളാഹു നിങ്ങൾക്ക് ബാക്കിയായി നൽകിയത്. ആ ബഖിയ്യത്തുല്ലാഹി എന്നുള്ള എഴുത്തുന്നാൾ നമ്മൾ റഹ്മത്തുല്ലാഹി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ആ ബാത്താവും ഹാത്താവും ശ്രദ്ധിച്ചു നോക്കാൻ. ശരിക്കും ബഖിയ്യത്ത് എങ്ങനെ എഴുതേണ്ടത്? ഹാത്താവ് ഇട്ടാണ് എഴുതേണ്ടത്, വട്ടത്തിലുള്ള താവ്, മർബൂത്തായ താവ്. ഇത് മബുസൂത്തായ താവാണ്. അത് ഇടുമ്പത്തായിട്ട് താവ് ധാരാളമായി ബാക്കിയാക്കി നൽകിയിട്ടുണ്ട്, ധാരാളമായി സാമ്പത്തിക സൗകര്യം നൽകിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ബഖിയ്യത്തുള്ള, അള്ളാഹു നിങ്ങൾക്ക് അവശേഷിപ്പിച്ചു തന്നത്, ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, നിങ്ങൾ ഫസാദുണ്ടാക്കുന്ന കുഴപ്പക്കാരാകാൻ പാടില്ല.
ബഖിയ്യത്തുല്ലാഹി അത് പറഞ്ഞു, ബഖിയ്യത്തുല്ലാഹി ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ബാക്കിയാക്കി തന്നതാണ് ഉത്തമം. വമാ അന അലൈക്കും ബിഹഫീൽ, ഞാൻ നിങ്ങളുടെ സംരക്ഷകനൊന്നുമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം സംരക്ഷിച്ചെടുക്കാൻ എനിക്ക് സാധ്യമല്ല. ഈ അളവും തൂക്കവും പൂർത്തിയാക്കണം എന്നുള്ളത് സൂറത്ത് ഇസ്രായിലും വന്നിട്ടുണ്ട്. സൂറത്ത് മുത്തഫിഫീനിൽ ആ പേര് തന്നെ അതാണ്, മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. അതിൽ 6ാമത്തെ ഒരു സൂക്തം ഉണ്ടല്ലോ, യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ അല്ലേ, പിന്നെ വൈലുൽ ലിൽ മുത്തഫിഫീന അല്ലദീന ഇദാ ഖാലൂ അലന്നാസി യസ്തൗഫൂൻ വഇദാ ഖാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് അലാ യظുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അളീം യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ 587ാമത്തെ പേജിൽ ഈ ആയത്ത് ഓതുമ്പോൾ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും കരയായിരുന്നു എന്നാണ്. അദ്ദേഹം അന്ന് കാലത്ത് കച്ചവടക്കാരൻ കൂടിയാണ്. പക്ഷെ അദ്ദേഹം കരഞ്ഞത് എന്തുകൊണ്ട്? അദ്ദേഹം കൃത്രിമം കാണിച്ചുകൊണ്ടല്ല കരഞ്ഞത്. അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ, ഈ ആളുകൾ, ഈ കൃത്രിമം നടത്തുന്ന ആളുകൾ ജനങ്ങൾക്ക് അളന്ന് കൊടുക്കുമ്പോൾ കുറക്കുകയും അളന്ന് വാങ്ങുമ്പോൾ കൂടുതൽ എടുക്കുകയും ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കുന്നില്ലയോ? അലാ യളുന്നു, അവർക്ക് ധാരണയില്ലേ? അന്നഹു ഉലൈക അന്നഹും മബ്ഊസൂൻ, അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ, അവർ വീണ്ടും ജീവിപ്പിക്കപ്പെടുമെന്ന്, പുനർജീവിതമുണ്ടെന്നുള്ള കാര്യം അവർക്കറിയില്ലേ? യൗമിൻ അലീം, അതൊരു ഭീകരമായ ഭയാനകമായ ദിനമായിരിക്കും. യൗമിൻ അലീം യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, ജനങ്ങൾ മുഴുവനും റബ്ബുൽ ആലമീൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ദിനമാണത്. ഈ ആയത്തോതിക്കറി എന്തിനാണത്? യൗമിൻ അലീം യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, അത് ആലോചിച്ചിട്ടാണ് കരയണത്. ആ വിചാരണ ആലോചിച്ചിട്ടാണ് കരയണത്. എന്നിട്ടാണ് അള്ളാഹിനോട് ദുആ, ആ വിചാരണ എളുപ്പമാക്കി തരാനും ആ നിൽപ്പ് എളുപ്പമാക്കി തരാനും എന്നിട്ട് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് വിളിക്കപ്പെടാനും വേണ്ടിയാണ് കരയണത്. ഇതെന്താ ആൾക്കാർ ഓർക്കണില്ലേ എന്നല്ല ചോദിക്കണത്. ഈ കൃത്രിമം കാണിക്കുന്ന ആൾക്കാർ വൈലുല്ലിൽ നാശാണ് അവർക്ക്. വൈല് തന്നെ നമുക്കറിയാം, നാശം നടത്തണ്ട് അല്ലേ, നരകം അർത്ഥമുണ്ട്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം. അല്ലദീന ഇദാ ഖാലൂ അലന്നാസി യസ്തൗഫൂൻ, ജനങ്ങളിൽ നിന്ന് അളന്ന് വാങ്ങുമ്പോൾ കൂടുതൽ വാങ്ങും. വൈദാ കാലൂഹും ഔ വസനുഹും, അവർക്ക് അളന്ന് കൊടുക്കുമ്പോഴോ തൂക്കിക്കൊടുക്കുമ്പോഴോ കുറവ് വരുത്തും. അങ്ങനെ രണ്ട് തരം പറയും, രണ്ട് തരം എടങ്ങഴി പണ്ട് ഈ പേരും കൂടി മറന്നു. ഇപ്പോൾ അത് ഉപയോഗത്തിലില്ലല്ലേ. നമുക്കൊക്കെ പിന്നെ ഓർമ്മയുണ്ട്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിയില്ലല്ലോ. നാഴിയും എടങ്ങഴിയും പറയും, അങ്ങനെയാണല്ലോ അന്നത്തെ അടവ്. പിന്നെ വെള്ളിക്കോലും, തൂക്കാൻ വെള്ളിക്കോലും. ഇതിന്മേലൊക്കെ ഒരുപാട് കൃത്രിമങ്ങൾ. അളന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് വലിയ പറ, അളന്ന് കൊടുക്കാൻ ചെറിയ പറ, ഇങ്ങനെയൊക്കെ കള്ളത്തരം കാട്ടും. ഇതാണ് അന്ന് അങ്ങനെയായിരുന്നു. ഇന്ന് കുറച്ചുകൂടി പരിഷ്കരിച്ചു എന്ന് മാത്രം. ഇന്ന് പാക്കറ്റിൽ എഴുതിയ ഗുണം ചിലപ്പോൾ വാങ്ങണ സാധനത്തിന് ഉണ്ടാവില്ല. പാക്കറ്റ് എന്താവും? കളറുള്ള പാക്കറ്റാക്കുക. അപ്പോൾ ഉള്ളിലേക്ക് കാണൂലല്ലോ. അങ്ങനെയൊക്കെ. അതേമാതിരി എന്താക്കുക? വില കുറക്കൂല, തൂക്കം കുറക്കുക. സാബൂനൊക്കെ പണ്ടുണ്ടായിരുന്ന സാബൂൻ്റെ കട്ടിങ്ങാനൊന്നും ഇപ്പം ഉണ്ടാവില്ലല്ലോ, വില അതന്നെ. അപ്പം എന്തായി? സാധനം പകുതിയായിട്ട്. സോപ്പൊക്കെ ചെറുതായില്ല, കുടിച്ചാൽ ഒതുങ്ങൂലതിന് പണ്ടത്തെ. ഇപ്പം സോപ്പൊക്കെ ചെറുതായി. വില കൂട്ടിക്കണില്ല, വില കൂട്ടിയില്ല, തൂക്കം കുറച്ച്, എന്നാലും മതിയല്ലോ പോൽക്ക്. ഇതൊക്കെ തന്നെ ഈ പറഞ്ഞു, ഇതൊക്കെ ഖുർആൻ കൈകാര്യം ചെയ്യാണ്. ഇതൊക്കെ പറയാനാണ് പ്രവാചകന്മാരും കൂടി വന്നിരിക്കുന്നത്. പ്രവാചകന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടൊപ്പം സാമൂഹ്യമായി നിലനിൽക്കുന്ന ഇത്തരം തിന്മകൾക്ക് മുഴുവനും എതിരാണ്. അപ്പോൾ നമ്മൾ അത് ഉൾക്കൊള്ളണം. സാമൂഹ്യ തിന്മകളോട് നമുക്ക് രാജിയാകാൻ പറ്റില്ല. ഷുഐബ് നബി അലൈഹി ഇസ്ലാം തൻ്റെ ജനതയോട് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് എന്നൊരു കച്ചവട സമൂഹമാണ്. അവരൊരു കച്ചവട സമൂഹമാണ്. കച്ചവടത്തിലൂടെ ധാരാളം ഐശ്വര്യം അവർക്ക് ഉണ്ടായിട്ടുണ്ട്, ബർക്കത്ത് ഉണ്ടായിട്ടുണ്ട്. അതാണ് ബഖിയ്യത്തുല്ലാഹി ലക്കും ഖൈറുൻ എന്ന് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് ഇനിയും സമ്പത്ത് വർദ്ധിപ്പിക്കണം എന്ന് വിചാരിക്കുന്നത് കടുത്ത തെറ്റാണ്. ആ ബോധം പോലും അവർക്ക് നഷ്ടപ്പെട്ടു. ഇതൊക്കെ സാധാരണ എല്ലാവരും ഇതുപോലെ കൈക്കൂലി
അതൊക്കെ ഇപ്പോൾ സാധാരണയല്ലേ? ആരാ പതിനെതിര് ഇല്ലേ? അങ്ങനെയല്ലേ കൈക്കൂലി വാങ്ങണവർ പറയെന്താ അതൊക്കെ ഇപ്പോൾ ഒരു സാധാ സംഭവം, അതൊന്നൊരു തെറ്റല്ല, അതൊക്കെ ഒരു തിന്മല്ല എന്ന മാതിരിയല്ല. ആരാ പറയുക? ഇത് നല്ലവരും ചീത്തവരും ഒക്കെ പറയും. വാങ്ങാത്ത ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ എന്തില്ല? ഒരു സ്ഥാനമല്ല. കരാറുകാരുടെ അടുത്തുനിന്ന് വാങ്ങുക. 5 നേരം നിസ്കരിക്കുന്ന ആൾ തന്നെ വാങ്ങണത്. ഗവൺമെൻറ്റിൽ നിന്ന് ജോലി ചെയ്യണതിന് ശമ്പളം കിട്ടുന്ന ആൾ തന്നെ വാങ്ങണത്. എന്തൊരു ചതിയാണ്, എന്തൊരു സ്വന്തത്തോട് ചെയ്യുന്ന അപകടമല്ലേ അത്? ഹറാമല്ലേ ഈ വാങ്ങണത്? മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, സ്വന്തത്തോട് അപകടം ചെയ്യല്ലേ? ഇതൊക്കെ കൈക്കൂലി വാങ്ങുക, അളവ് ഇതൊക്കെ അല്ലാഹു തആല നമുക്ക് ജീവിക്കാനൊരു വഴി തന്നിട്ടുണ്ടെങ്കിൽ ആ വഴി കൊണ്ട് നമ്മുടെ ചെലവിലും കാര്യങ്ങളിലും നിയന്ത്രണം വരുത്തി ജീവിക്കല്ലാതെ നാട്ടുകാരുടെ പണം വാങ്ങി സൗകര്യപ്പെടുത്തുക എന്നുള്ളത് തെറ്റാണ്. കൈക്കൂലി ആയാലും ശരി, കോഴ വാങ്ങുകയാണെങ്കിലും ശരി, സ്കൂള് പോസ്റ്റിങ്ങിന് കൈക്കൂലി വാങ്ങുകയാണ്. സർക്കാർ അടക്കം നിരോധിച്ചതാണ്. കോഴ കൊടുക്കാൻ വകുപ്പില്ല. ഏതിൽ? നിയമപ്രകാരം ഉണ്ടോ? ഇല്ല. അധ്യാപകരെ പോസ്റ്റ് ചെയ്യാൻ പോയി കുട്ടികളെ ചേർക്കണമെങ്കിൽ സയൻസിന് സീറ്റ് കിട്ടണമെങ്കിൽ മാനേജറിൻ്റെ മകന് പൈസ, എന്നിട്ട് മദ്രസൻ്റെ പേരിലും യത്തീംഖാൻ്റെ പേരിലൊക്കെ സ്കൂള്, എന്നിട്ട് ആ കുട്ടികളെയും കൂടി എന്ത് ചെയ്യുക? ഈ ഹറാമിൻ്റെ മുതൽ തീറ്റിക്കുക. പള്ളി കമ്മിറ്റിക്കാർക്ക് സ്കൂളുണ്ട്. സ്കൂളിൽ ആളെ ചേർക്കണമെങ്കിൽ 40 ലക്ഷം. ആ ഈ 40 ലക്ഷം വാങ്ങേണ്ടത് ഹറാം. എന്നിട്ട് അതിൽ നിന്ന് ഉസ്താദുമാർക്കും കുട്ടികൾക്കൊക്കെ ചിലവിനും കൊടുക്കുക. എല്ലാവരെയും കൂടി ഹറാമ് തീറ്റിക്കുക എത്തിയും കുട്ടിയാക്കും. ആരേ പറഞ്ഞു ഇത്ര ബുദ്ധിമുട്ടി സ്കൂൾ? അതിന് ചിലവില്ല എന്നാ ചോദിക്കുക. സ്കൂൾ ഉണ്ടാക്കണം, കെട്ടിടം വേണം, ഗ്രൗണ്ട് വേണം. ആരേ പറഞ്ഞപ്പോൾ അതിന് സർക്കാർ കൊടുത്താൽ മതിയല്ലോ. ഇങ്ങനെ ഹറാമ് ആര് പറഞ്ഞു സ്കൂൾ നടത്തണമെന്ന്? അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടി തന്നെ നടത്തുന്നത്. അപ്പോൾ പ്രിയമുള്ള ആരായിരുന്നാലും ഇതൊക്കെ തെറ്റാണ്. ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട വിഷയങ്ങളാണ്. ഞാൻ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുക. കാര്യം നമുക്ക് ബോധ്യമായിട്ടുണ്ടാവില്ല. ഈ സത്യം നമ്മൾ പറയാതിരിക്കാനും പറ്റൂലല്ലോ. വയാ കൗമി, എൻ്റെ ജനങ്ങൾ. അദ്ദേഹം പറയും ഔഫുൽ മിക്കിയാല. നോക്കി നിങ്ങൾ, മിക്കിയാൽ കയ്യിൽ തന്നെ എന്തെല്ലാം ഞാൻ പറഞ്ഞു. കയ്യിൽ തൂക്കം അല്ല, അളവ്. പണ്ടൊക്കെ ഈ കുഴിയൽ അറിയാം നമ്മൾ, കുജ്ജൽ എന്നതിന് പറയാം. കുജ്ജൽ. ഇനി കുഴിയൽ പറഞ്ഞാൽ കുട്ടികൾ കളിയാക്കുക, നന്നാക്കി പറഞ്ഞിട്ടപ്പോൾ കുജ്ജലാണത്. അത് കുഴിഞ്ഞ സാധനം എന്നുള്ള അർത്ഥം അല്ലേ? കയ്യിൽ നിന്നുണ്ടായതാണ്. കയ്യിൽ അതിങ്ങനെ ലഭിക്കൊന്നും അറിയില്ല. ഓലൊക്കെ എഞ്ചിനീയർമാരാണ്. പക്ഷെ ഓൽക്ക് കുജ്ജൽ പറഞ്ഞറിയോ? കയ്യിൽ നമ്മൾ കഞ്ഞി കുടിച്ചണേ അതേമാതിരി ഒരു സാധനം കൊണ്ടാണ് പണ്ട് വെളിച്ചെണ്ണയൊക്കെ പീടിയെന്ന് അളന്ന് വാങ്ങിയത് നമ്മൾ, അല്ലേ? അതിനാണ്. പിന്നെ അത് മറ്റേ അളവിൻ്റെ ലിറ്ററിൻ്റെ പാത്രമായി വന്നു. ഇപ്പം എല്ലാതൊക്കെ തൂക്കങ്ങളായി വന്നു. ഇപ്പോഴും അതുണ്ട് തോന്നുന്നു. ലിറ്ററിൻ്റെ പാത്രം മണ്ണെണ്ണയൊക്കെ മണ്ണെണ്ണ എപ്പോഴും അതിലാണ്. അങ്ങനെയാണ്. അപ്പോൾ വയാ കൗമി ഔഫുൽ മിക്കിയാൽ പൂർത്തിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ, മിക്കിയാൽ പറഞ്ഞാൽ അളവ്, മീസാൻ എന്ന തൂക്കം, വസ്ന് മീസാൻ എന്ന തുലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിൽ ഖിസ്ത്, നീതിയോടുകൂടി. വലാ തബ്ഖസുന്നാസ, ജനങ്ങൾക്ക് നഷ്ടം വരുത്തരുത് എന്നാ. ജനങ്ങൾക്ക് നഷ്ടം. പക്ഷെ കച്ചവടക്കാർ വളരെ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എപ്പോഴും ഒരു ഇത്തിരി മുൻതൂക്കിട്ട് തൂക്കണ കച്ചവടക്കാരുണ്ട് കേട്ടോ. എന്തിനാണത്? ഓർക്ക് കുറച്ച് കമ്മി, വളരെ നഷ്ടം വന്നാലും ജനങ്ങളുടെ വളരെ സാത്വികരായ, വളരെ കൃത്യമായ കാര്യങ്ങൾ കഴിക്കാൻ എല്ലാവരും നമ്മൾ അടച്ചാക്ഷേപിക്കാൻ പാടില്ല. പക്ഷേ ഇതിൽ വേണ്ടത്ര സൂക്ഷ്മത ഇല്ലാത്ത ആൾക്കാരുമുണ്ട്. അത് പ്രത്യേകിച്ചും ഈ ചെറുകിട കച്ചവടക്കാരല്ല, അത് വലിയ കച്ചവടക്കാർ. പറഞ്ഞ സാധനം ആവില്ല, ഉള്ളിലുണ്ടാവുക. അതോ നമ്മൾ ഇന്നലെ ഉദാഹരണം പറഞ്ഞില്ല, മട്ടരിയാണ് പറഞ്ഞാൽ പാലക്കാടൻ മട്ടയാണ് പറഞ്ഞാൽ നമ്മൾ വാങ്ങി പെരയിൽ കൊണ്ടേ കഴുകുമ്പോൾ പകുതി മട്ടരി ആയിരിക്കും, പകുതി മറ്റേ അരി ചോപ്പിച്ചതുമായിരിക്കും. ഇല്ല, അതൊക്കെ നമുക്ക് അനുഭവങ്ങളാണല്ലോ. അപ്പോൾ ജനങ്ങൾക്ക് അവരുടെ നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള സാധനങ്ങൾ കച്ചവടക്കാർ ആളുകൾക്ക് കൊടുക്കണം. അതാണ് വലാ തബ്ഖസുന്നാസ അഷ്യാഅഹും, ആളുകൾക്ക് സാധനങ്ങളിൽ നഷ്ടം വരുത്താൻ പാടില്ല. എപ്പോഴും കച്ചവടക്കാർ അങ്ങനെ ചെയ്യുന്നവരുടെ മുമ്പിലൊക്കെ നല്ലതെന്ന് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഉള്ളിൽ മോശം സാധനങ്ങൾ കൊടുക്കണം. അതൊക്കെ ചെറിയ വലിയ കൃത്രിമങ്ങൾ നടത്തുന്നവർ അത് ആരും കാണൂല, അത് ആരും അറിയില്ല. അതായത് പണ്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ നാട്ടിലെ അളവ് തൂക്ക ഇൻസ്പെക്ടർമാരോ ഗുണനിലവാരം പരിശോധിക്കണ ചായപ്പീടിയിൽ എവിടെയും ഇത്തിരി പാലുണ്ടെങ്കിൽ അതിൽ വെള്ളം കൂട്ടിയിരിക്കണ പറഞ്ഞ കണ്ടോ ഐറ്റങ്ങളെ പിടിച്ചോണ്ടേ 6 മാസം ജയിലിലിടും. ഇവരറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ലേ.
അത് കൃത്രിമല്ല, അത് കൃത്രിമാണ്, ചെയ്യാൻ പാടില്ല. പക്ഷെ പണ്ടൊക്കെ കുടുങ്ങൽ ഇങ്ങനെ ലേശം ഒരു ചെറിയൊരു ചായക്കടയിട്ട് കുത്തിരിക്കേക്കാർ അയാൾ പാലിൽ ലേശം വെള്ളം കൂട്ടിയാൽ അത് എടുത്തുണ്ടായിക്കാണ്ട് പരിശോധിച്ച്, അല്ലെങ്കിൽ പാൽ കച്ചവടക്കാർ അതെ കുറയും. അപ്പം അങ്ങനെ. പക്ഷേ വൻകിട കൃത്രിമങ്ങൾ നടത്തുന്ന, വൻകിട കള്ളത്തരങ്ങൾ നടത്തുന്ന, തട്ടിപ്പുകൾ നടത്തുന്ന അവരൊക്കെ പലപ്പോഴും ഇതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. വലാ തബ്ഖസുന്നാസ അഷ്യാഅഹും വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. ഫസാദ് ഉണ്ടാക്കരുത് എന്ന് ആളുകളുടെ സമ്പത്ത് പിടിച്ചെടുക്കുന്നതിന് ഒരു മടിയില്ലാത്ത, അതും കൂടിയാണ് വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. ഫസാദ് ഉണ്ട്, അതൊക്കെ ഫസാദാണ്, ഭയങ്കര വലിയ ഫസാദാണ്, ഇതൊക്കെ നാശമാണ്, കുഴപ്പമാണ്. ബഖിയ്യത്തുല്ലാഹി, അല്ലാഹു തആല നിങ്ങൾക്ക് ബാക്കിയാക്കി തന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ബാക്കി അനുഗ്രഹങ്ങൾ, ഖൈറുലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. പിന്നെ നിങ്ങൾ ആൾക്കാരെ മുതലിൽ കണ്ണു വെക്കരുത്. അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് തന്നിട്ടുണ്ട്, മാന്യമായി കച്ചവടം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതുകൊണ്ട് മെച്ചം കിട്ടുന്നുണ്ട്. അതാണ് ബഖിയ്യത്തുല്ലാഹി ഖൈറുലക്കും. വലിയ സാമ്പത്തികമായി ഉന്നതി ഉണ്ടായിരുന്ന വിഭാഗമാണ് ഷുഐബ് നബി അലൈഹി സ്വലാമയുടെ ജനവിഭാഗം. ഖൈറുലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അത് ഉൾക്കൊള്ളണം. അള്ളാഹ് തന്നതുണ്ടല്ലോ എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ അപ്പുറം ആളുകളുടേത് അന്യായമായി കൈക്കലാക്കാൻ ശ്രമിക്കരുത്. വമാ അന അലൈക്കും ബി ഹഫീദ്, എനിക്ക് നിങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കാനൊന്നും പറ്റൂല, നിങ്ങളെ രക്ഷപ്പെടുത്താനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല. ഞാൻ നിങ്ങളുടെ ഹഫീദൊന്നുമല്ല, ഞാൻ നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളെ ഹഫീദ് ചെയ്യേണ്ടത് ആരാ? ഹഫീദ് യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് ഹഫീദ്. യാ ഹഫീദ്, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ പെട്ടതാണ് ഹഫീദ്, ആളുകളെ സംരക്ഷിക്കുക. അല്ലാഹുമ്മ യാ ഹഫീദ് ഇഹ്ഫദ്നാ, നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹ് യാ ഹഫീദ്, സംരക്ഷിക്കുന്നവനെ ഞങ്ങളെ സംരക്ഷിക്കണേ. അള്ളാഹുവാണ് നമ്മളെ സംരക്ഷിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഞാൻ ഒന്നുകൂടി ആ വെട്ടം നിർത്തുകയാണ്. വയാ ഖൗമി ഔഫുൽ മിക്യാല വൽ മീസാൻ. സൂറത്ത് ഇസ്രാഫിൽ ഔഫുൽ കൈല വൽ മീസാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അളവും തൂക്കവും പൂർത്തിയാക്കി നൽകണം, ബിൽ ഖിസ്തി, നീതിപൂർവ്വം. വലാ തബ്ഖസുന്നാസ അഷ്യാഅഹും, ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങളിൽ കുറവ് വരുത്തരുത്, അല്ലെങ്കിൽ നഷ്ടം വരുത്തരുത്. അതല്ലെങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ സാധനങ്ങളിൽ വെട്ടിപ്പ് നടത്തരുത്. വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, നിങ്ങൾ ഭൂമിയിൽ നാശകാരികളായി വിഹരിക്കുകയും അരുത്. ബഖിയ്യത്തുല്ലാഹി ഖൈറുൽ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് അവശേഷിപ്പിച്ച് തന്നിട്ടുള്ളതാണ് ഉത്തമം. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. വമാ അന അലൈക്കും ബിഹഫീദ്, ഞാൻ നിങ്ങളുടെ മേൽ സംരക്ഷകനൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയതിൽ തൃപ്തിപ്പെട്ട്, പൊരുത്തപ്പെട്ട്, ഖനാഅത്ത് എന്നായിരുന്നു പറയും, ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ് ഞങ്ങളുടെ ജീവിത മാർഗത്തിൽ, ഞങ്ങളുടെ മായിഷത്തിൽ ഹറാമ് കലരാതെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുമാറാകണേ. അള്ളാഹ് അപകടങ്ങളും അബദ്ധങ്ങളുമൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ രക്ഷിതാവേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.